രാഹുൽ മാങ്കുട്ടത്തിനെതിരായ ബലാത്സംഗ കേസിലെ രണ്ടാം പ്രതി ജോബി ജോസഫ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് അപേക്ഷ നൽകിയത്. മരുന്നെത്തിച്ചത് അതിജീവിത ആവശ്യപ്പെട്ടത് പ്രകാരമാണെന്നും മരുന്നിന്റെ ഗുരുതര സ്വഭാവം അറിയില്ലായിരുന്നുവെന്നും ഹർജിയിൽ പറയുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിച്ചേക്കും. ഹരി മോഹൻ വിവരങ്ങളുമായി. ഹരി, ഇപ്പോൾ രാഹുലിനെ ഒപ്പം തന്നെ ഒളിവിലാണ് ജോബി ജോസഫും. മുൻകൂർ ജാമ്യാപേക്ഷയിൽ എന്താണ് ജോബി ജോസഫ് പറയുന്നത്? പ്രതി ഇന്നാണ് ഇപ്പോൾ കൂട്ടുപ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ രാഹുൽ മാങ്കുട്ടത്തിനെതിരായ ബലാത്സംഗ കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള ജോബി ജോസഫ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. നിലവിൽ ഒളിവിലുള്ള ജോബി തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയത്. രാഹുലിന്റെ അതേ അഭിഭാഷകൻ തന്നെയാണ് ജോബിക്ക് വേണ്ടിയും ഹാജരാകുന്നത്. ജോബി പറയുന്നത് പ്രകാരം തനിക്ക് അതിജീവിതയെ അറിയാം, ആ പരിചയം കൊണ്ടാണ് തങ്ങൾ സംസാരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് തന്റെ അടുത്ത് ചില മരുന്നുകൾ എത്തിക്കണമെന്നുള്ള കാര്യം അതിജീവിത ആവശ്യപ്പെട്ടത്. അതനുസരിച്ചുകൊണ്ടാണ് താൻ മരുന്ന് എത്തിച്ചു കൊടുത്തതും. അതായത് അതിജീവിത പറയുന്ന ഡേറ്റ്, വാഹനം അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ സ്ഥിരീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതൊക്കെ തന്നെ സമ്മതിച്ചുകൊണ്ടാണ് ജോബി ജോസഫിന്റെ ജാമ്യാപേക്ഷ ഉള്ളത്. പക്ഷേ അതേസമയം തന്നെ അത് യുവതി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് കൊണ്ടുവന്ന് എത്തിച്ചു കൊടുത്തത് എന്നുള്ളതാണ് ജോബി പറയുന്നത്. മാത്രമല്ല ആ മരുന്നുകൾ എന്തൊക്കെയാണ്, എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ തനിക്ക് അറിയില്ലായിരുന്നു. അതിന്റെ ഗുരുതര സ്വഭാവം, ജീവൻ അപകടത്തിലാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ തനിക്ക് അറിയില്ലായിരുന്നു. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ വേണമെന്നുള്ള കാര്യം തനിക്ക് അറിയില്ലായിരുന്നു. തനിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഒരു കള്ളക്കേസാണ്. തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്നുള്ളതാണ് ജോബി ജോസഫ് പറയുന്നത്. ഇതിൽ ഇന്ന് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി പരിഗണിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആദ്യത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി തള്ളിയിരുന്നു. തുടർന്നാണ് ഹൈക്കോടതിയിലേക്ക് പോയത്. ഇതിപ്പോൾ അതേ കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള ജോബി ജോസഫാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. അതേസമയം പ്രോസിക്യൂഷൻ ഇതിൽ വാദിക്കാൻ പോകുന്നത് ജോബി ജോസഫ് ഇതുവരെ അന്വേഷണത്തോട് സഹകരിച്ചിട്ടില്ല, മാത്രമല്ല ഒളിവിലാണ് എന്നുള്ള കാര്യം കൂടിയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം തന്നെയാണോ ജോബി ജോസഫ് ഉള്ളത് എന്നുള്ള സംശയത്തിലാണ്.